ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മുഖ്യമന്ത്രിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ഹൈക്കമാൻഡ് നിരീക്ഷകർ. മുഴുവൻ MLA-മാരെയും നേരിൽ കണ്ട് അഭിപ്രായം തേടി. അന്തിമ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി നിയമസഭാ കക്ഷി യോഗത്തിൽ പ്രമേയം പാസാക്കിയതായും നിരീക്ഷകർ പറഞ്ഞു. We have met all the MLAs, one by one we have met all the MLAs, and before that we had a legislative party meeting and one-line resolution was passed authorizing the Congress leadership, Congress president to take a decision on behalf of the Congress MLAs. Then the leadership wanted us to discuss one-on-one with all the MLAs, which we have discussed, and in the evening we are leaving for Delhi. We'll submit our report and then we are hopeful that decision will be taken soon. Meeting went on very well. There was an atmosphere of jubilance. Okay. The remarkable victory, the historic victory, which the people of Kerala have given to us, the Congress party and the entire UDF. It's a matter of great joy. So the meeting was. കോൺഗ്രസിന്റെ പുതിയ നിയമസഭാ കക്ഷി യോഗം KPCC ഓഫീസിൽ ചേർന്നു. MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ട 63 പേരും പങ്കെടുത്തു. AICC നിയോഗിച്ച 2 ഒബ്സർവർമാരും AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും ഒബ്സർവർമാരെ അജയ് മക്കനും അതുപോലെ തന്നെ മുഗൾ വാസനിക്കും യോഗത്തിൽ സംബന്ധിച്ചു. ആ യോഗം ഐക്യകണ്ഠേന കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറെ നിശ്ചയിക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കി. ആ പ്രമേയം KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അവതരിപ്പിച്ചു. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ പ്രമേയത്തെ പിന്താങ്ങി. ഐക്യകണ്ഠേന ആ പ്രമേയം പാസ്സായി. അത് AICCക്ക് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് AICCയുടെ 2 ഒബ്സർവർമാരും ജനറൽ സെക്രട്ടറിയും എല്ലാ MLA-മാരെയും ഒറ്റയ്ക്ക് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. അവർ ഇന്ന് വൈകുന്നേരം ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയി നാളെ ഹൈക്കമാൻഡിന് വിവരങ്ങൾ നൽകുന്നതും ഹൈക്കമാൻഡ് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അറിയിക്കുന്നതുമാണ്. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ MLA-മാരുടെ നിലപാട് തന്നെ ആയിരിക്കുമോ നിർണായകമായി മാറുക? ഹൈക്കമാൻഡ് തീരുമാനം അറിയിക്കും. അപ്പോൾ ഇനിയിപ്പോൾ തീരുമാനം ഡൽഹിയിൽ നിന്നാണ് ഉണ്ടാവുക. AICC നിരീക്ഷകർ MLA-മാരുടെ മനസ്സിൽ ആരുടെ പേരാണ് ഉയർന്നു വന്നത് എന്നുള്ളത് വ്യക്തമായി രേഖപ്പെടുത്തിയ ശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. MLA-മാരുടെ ഏറ്റവും കൂടുതൽ പിന്തുണ ആർക്ക് എന്നുള്ള കാര്യം മാത്രമാകുമോ ആ റിപ്പോർട്ടിൽ ഉണ്ടാവുക? അതിനപ്പുറത്തേക്ക് കേരളത്തിൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നാലുണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ കേരളത്തിൽ പൊതുവായുള്ള ജനവികാരം ആർക്കനുകൂലമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി സംസാരിക്കും. മുസ്ലിം ലീഗിലെ നേതാക്കൾ ഇപ്പോൾ AICC നിരീക്ഷകരെ കാണാനായി തിരുവനന്തപുരത്ത് എത്തുകയാണ്. വലിയ മുദ്രാവാക്യ വിളികളോടെയാണ് UDF-ന്റെ പ്രവർത്തകർ മുസ്ലിം ലീഗ് നേതാക്കളെ അങ്ങോട്ടേക്ക് നയിക്കുന്നത്. ഘടകകക്ഷി നേതാക്കൾ നിരീക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തി. ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ അവരുടെ അഭിപ്രായം സ്വാഭാവികമായും പറഞ്ഞേക്കാം. പക്ഷെ അന്തിമമായി കോൺഗ്രസിന്റെ തീരുമാനം അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാകും. എന്നാൽ പോലും പറയാനുള്ള കാര്യങ്ങൾ പറയും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ പരോക്ഷമായി VD സതീശനായിരിക്കും ലീഗിന്റെ പിന്തുണ എന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പിന്തുണയും VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം, കേരളത്തിൽ പൊതുവായൊരു ജനവികാരം സതീശന് അനുകൂലമാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ 2 പാർട്ടികളും ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചേക്കും. എന്താണ് ഘടകകക്ഷികളുടെ മനസ്സിലുള്ളത് എന്ന കാര്യം പുറത്തു പറയില്ല. പക്ഷേ ഹൈക്കമാൻഡിന് AICC നിരീക്ഷകർക്ക് മുന്നിലേക്ക് ആ കാര്യങ്ങൾ പങ്കുവെക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. എന്തായാലും ഇപ്പോൾ KPCC ആസ്ഥാനത്ത് അവിടെ AICC നിരീക്ഷകർ അവിടെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ ഘടകകക്ഷി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. രജീഷ് നരിക്കുനി ചേരുകയാണ് വിവരങ്ങളുമായി. രജീഷ്, MLA-മാരുടെ മനസ്സിൽ ആരുടെ പേരാണ് എന്നറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ
അതിനുശേഷം ഇനിയെല്ലാം ഡൽഹിയിലാണ് തീരുമാനം അന്തിമമായി ഉണ്ടാവുക. ഹൈക്കമാൻഡിനാണ് കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയ പ്രമേയവും അവിടെ അവതരിപ്പിച്ചു. അപ്പോൾ ഇനി ഘടകകക്ഷികളെ കേട്ട ശേഷം ഇന്ന് മടങ്ങും. എന്തായിരിക്കും നിരീക്ഷകരുടെ മനസ്സിൽ എന്ന് അനുമാനിക്കാൻ പറ്റുമോ? മഹേഷ് പോലൊരു അത്തരമൊരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കൂടിക്കാഴ്ചകളായിരുന്നു. അതിൽ പലരുടെ മനസ്സിലും എന്താണുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനം കൊതിക്കുന്ന 3 പേർക്കും വലിയ പ്രതീക്ഷ തന്നെയാണുള്ളതുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ അത്ര ഒരു സാഹചര്യം മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്നുള്ളൂ. കാരണം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്, ആരാണ് ആർക്കൊപ്പമാണ് എന്ന കാര്യം നമുക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. പക്ഷേ ആദ്യഘട്ട ചർച്ചകൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് അടക്കം ഇവിടെ നിന്നും KPCC ഓഫീസിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. ഇനി ഘടകകക്ഷികളുമായുള്ള ചർച്ചയാണ് നടക്കുന്നത്. അത് അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് നടക്കുന്നത്. ആ യോഗത്തിലും പ്രധാനമായും ഘടകകക്ഷികളുടെ മനസ്സിൽ എന്താണ്, ആരെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്നാണ് ഘടകകക്ഷികൾക്ക് ആഗ്രഹം എന്ന കാര്യം കൃത്യമായി തന്നെ അവിടെയും വ്യക്തമാക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ആ ചർച്ചകളും പൂർത്തിയാക്കി നിരീക്ഷക സമിതി അംഗങ്ങൾ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഡൽഹിക്ക് മടങ്ങിപ്പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് മടങ്ങി അവർ ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ തന്നെ ഈ റിപ്പോർട്ട് ഹൈക്കമാൻഡിൽ സമർപ്പിക്കും. പിന്നീട് എല്ലാം ഹൈക്കമാൻഡിന്റെ കയ്യിലാണ്. പിന്നീടുള്ള ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ചാണ് നടക്കുക. 2 ദിവസത്തിനുള്ളിൽ തന്നെ പരമാവധി നേരത്തെ മുരളീധരൻ നൽകിയ സൂചന പ്രകാരമാണെങ്കിൽ ഞായറാഴ്ച തന്നെ മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. എന്തായാലും ഈ ആദ്യഘട്ട പ്രമേയ പാസാക്കലിന് ശേഷമാണ് ഓരോ ഘടകകക്ഷികൾ ഓരോ MLA മാരുമായുള്ള ചർച്ചകൾ നടത്തിയത്. ഈ പ്രതിപക്ഷ നേതാവായിരുന്നു പ്രമേയം അവതരിച്ച് സണ്ണി ജോസഫ് അതിനെ പിന്താങ്ങി. അങ്ങനെ ആര് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന ഇതിൽ പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. അതിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്ന കാര്യം ഉൾപ്പെടുത്തിയുള്ള പ്രമേയമാണ് പാസാക്കിയിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ട ചർച്ചകൾ കഴിഞ്ഞു, പ്രമേയം പാസാക്കി. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഘടകകക്ഷികളുമായുള്ള ചർച്ചയാണ്. അത് ഇന്ന് ഉച്ചയോടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, MLA മാരുമായിട്ടുള്ള ഒരു അഭിമുഖം അല്ലെങ്കിൽ MLA മാരെ കണ്ട് കാര്യങ്ങൾ തിരക്കുന്നതിനിടയിൽ ആർക്കാണ് നിങ്ങളെ പിന്തുണ എന്ന് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അതല്ല, അതിനപ്പുറത്തേക്ക് മറ്റു ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. 3 മിനിറ്റോ 2 മിനിറ്റ് 3 മിനിറ്റാണ് ഒരു MLAക്ക് നൽകിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും അതോടൊപ്പം തന്നെ ചേർത്ത് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ആ ചോദ്യാവലിയിൽ ഉണ്ടായിരുന്നു? പ്രധാനമായും 2 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, നിങ്ങൾ ആരെ പിന്തുണയ്ക്കുന്നു എന്നാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം. അത് ഈ ഘടകകക്ഷി ഓരോ MLA മാരോടും ചോദിച്ചു, നിങ്ങൾ ആരെയാണ് പിന്തുണയ്ക്കുന്നതെന്ന്. പരസ്യ പ്രതികരണം നടത്തിയ ആളുകളെയും അല്ലാത്തവരെയും ഒക്കെ തന്നെ ചോദിച്ച ചോദ്യമാണ് ആരെ പിന്തുണയ്ക്കുന്ന കാര്യം. രണ്ടാമത്തെ ചോദ്യം, തങ്ങൾ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുണ്ടോ? ഈ 2 ചോദ്യങ്ങളാണ് പ്രധാനമായും MLA മാരോട് ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടിയും ചോദ്യവും അടക്കം 3 മിനിറ്റ് സമയത്തോളം മാത്രമേ ഒരു MLAക്ക് ലഭിച്ചിട്ടുള്ളൂ. അതിൽ അവർ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. തുടക്കം ചിലർ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ലഭിച്ച സൂചന ചിലർ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ഏത് തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്നാണ് ചിലർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചിലർ ആരെയാണ് കൃത്യമായി പിന്തുണയ്ക്കുന്ന കാര്യം ഹൈക്കമാൻഡിന്റെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ നിരീക്ഷണ സമിതി അംഗങ്ങളുടെ മുമ്പിൽ കൃത്യമായി തന്നെ താങ്കൾ ആരെ പിന്തുണയ്ക്കുന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും 3 മുഖ്യമന്ത്രി സ്ഥാനം കൊതിക്കുന്ന 3 പേർക്കും പ്രതീക്ഷ നൽകുന്ന തരത്തിലാണ് കാര്യങ്ങളെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ നിർണായക കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള പിന്തുണ ആർക്കായിരിക്കുമെന്നതും നിർണായകമാണ്. എന്തായാലും ഡൽഹിയിലാണ് ഇനി തീരുമാനിക്കുക. അത് ആ പ്രമേയവും ഇന്ന് KPCCയിൽ പാസ്സാക്കി കഴിഞ്ഞിരിക്കുകയാണ്. മഹേഷ്, രജീഷ്, നേരത്തെ KC വിഭാഗത്തിന്റെ ഒരു പ്രതീക്ഷ ഏതാണ്ട് ഒരു 50-ൽ കൂടുതൽ MLA മാരുടെ പിന്തുണ ഉണ്ട് എന്നായിരുന്നു. ഒപ്പം തന്നെ 35 MLA മാരുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് VD സതീശൻ പക്ഷവും കരുതുന്നു. ഏതാണ്ട് ഒരു 25-ൽ കൂടുതൽ MLA മാർ തന്നെ പിന്തുണയ്ക്കുമെന്ന് രമേശ് ചെന്നിത്തലയും കരുതുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ്. ആ തരത്തിലേക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ടോ MLA മാരുടെ കണക്ക്? അതായത് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഹൈക്കമാൻഡ് ഈ ഒരു കാര്യമാണോ പ്രധാനമായും എടുക്കുക? ആർക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൈപ്പൊക്കിയിരിക്കുന്നത് എന്നുള്ളത് മാത്രമാകുമോ കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിന് മുന്നിലുള്ളത്? ഏറ്റവും പ്രധാന മഹേഷ്, MLA മാരുടെ അഭിപ്രായം തന്നെയാണ്. ആദ്യഘട്ട ഇപ്പോൾ നടത്തിയിരിക്കുന്ന MLA മാരുടെ ചർച്ച ഏറ്റവും നിർണായകമാണ്. അവർ ആരെ പിന്തുണയ്ക്കും എന്നത് നിർണായകമാണ്. രണ്ടാമത്തേത്, കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം രാവിലെ തേടിയിരുന്നു. ഇന്നലെ AK ആന്റണി അടക്കമുള്ള നേതാക്കളുടെ അഭിപ്രായം തേടിയിരുന്നു. അതിനുശേഷം ഇന്ന് മുൻ KPCC പ്രസിഡന്റുമാരുടെയും കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി
സംസാരിക്കുമോ എന്നുള്ളതാണ് അവിടെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടി എന്താകും എന്നാണ് നമ്മൾ വലിയ പ്രയാസപ്പെട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. കാരണം വലിയൊരു വിജയത്തിന് ശേഷം തിരുവനന്തപുരത്തെത്തിയ UDF നേതാക്കളെ വലിയ വരവേൽപ്പാണ് തിരുവനന്തപുരത്ത് ലഭിക്കുന്നത്. UDFന്റെ പ്രവർത്തകർ ഒന്നടങ്കം അവിടെയുണ്ട്. എന്തായാലും ഘടകകക്ഷികളുമായിട്ട് ഉള്ള ചർച്ച, നിരീക്ഷകരുടെ ചർച്ച അല്പസമയത്തിനകം തന്നെ തുടരും. രജീഷ് തുടരുന്നുണ്ട്. രജീഷ്, ഞാൻ ചോദിച്ചത് ഈ കാര്യം മാത്രമാണോ മാനദണ്ഡമാവുക എന്നുള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ കൂടി. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും VD സതീശനും സ്വാഭാവികമായും MLA-മാരാണ്. പക്ഷേ KC വേണുഗോപാലിന്റെ കാര്യം അങ്ങനെയല്ല. KC വന്നാൽ KCയുടെ പേരിന് മുൻതൂക്കം കിട്ടിയാൽ കേരളത്തിൽ 2 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അതിലേതെങ്കിലും തരത്തിലൊരു തിരിച്ചടി ഉണ്ടായാൽ അത് എന്നേക്കുമായി കോൺഗ്രസിന് ഒരു പാപവാഹനം തന്നെയാകും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഈ MLA-മാർ പങ്കുവെച്ച അവരുടെ ആശയത്തിൽ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. കാരണം ആദ്യഘട്ട ഇപ്പോൾ ആരെ പിന്തുണയ്ക്കുന്ന എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. വലിയ ചർച്ചകളിലേക്ക് തന്നെ ഒന്നും പോയിട്ടില്ല. ആദ്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ MLA-മാരോട് ചോദിച്ചത് താങ്കൾ ആരെ പിന്തുണയ്ക്കുന്നു, താങ്കൾക്ക് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? ഈ 2 ചോദ്യമാണ് ചോദിച്ചത്. ഈ രണ്ടാമത്തെ ചോദ്യത്തിന് പലരും ഒരു പക്ഷേ ഈ നേരത്തെ മഹേഷ് സൂചിപ്പിച്ച പോലെ തന്നെ നിലവിലെ കേരളത്തിലെ സാഹചര്യവും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അങ്ങനെ നേരിടണം, അങ്ങനെ ആ ഒരു സാധ്യത അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത ഉണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ രണ്ടാമത്തെ ചോദ്യത്തിന് പല MLA-മാരും മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി AICC എടുക്കുന്ന നിലപാടും നിർണായകമാണ്. ഒപ്പം തന്നെ ഘടകകക്ഷികൾ ഇപ്പോൾ നമുക്കറിയാം വലിയ വിജയം ഇപ്പോൾ UDF നേടിയിരിക്കുകയാണ്. അതിൽ കോൺഗ്രസ് MLA-മാർ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ചർച്ചയ്ക്കുള്ള തർക്കങ്ങൾ അത് വലിയ രീതിയിൽ പ്രതിസന്ധിയും പ്രതികൂലമായി തന്നെ കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ട്. അതിന്റെ വിജയത്തിന്റെ ഒരു മഹത്വമൊക്കെ കെടുത്തുന്നു അടക്കമുള്ള കാര്യങ്ങൾ പല നേതാക്കളും പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. ഫ്ലെക്സ് യുദ്ധങ്ങൾ ഇന്നും തുടരുകയാണ്. ഈ അകത്ത് ഈ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ MLA-മാരെ കണ്ട് അഭിപ്രായം തേടുന്ന സമയത്ത് പോലും KPCC ഓഫീസിന് പുറത്ത്, അതായത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് പുറത്ത് വലിയ ഫ്ലെക്സ് വരുന്നു. അത്തരത്തിൽ ഫ്ലെക്സ് യുദ്ധങ്ങൾ ഇപ്പോഴും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും അത് ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ കൃത്യമായ രീതിയിൽ കോൺഗ്രസ് ഏത് രീതിയിലാണോ ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് ആ രീതിയിലുള്ള പ്രവർത്തനവുമായി AICC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അത് കോൺഗ്രസിന് ഒരു ചട്ടമുണ്ട്, ഒരു നടപടിക്രമമുണ്ട്. അത് പാലിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്.